എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ. ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു അധ്യായം ഇന്നും നാളെയായിട്ട് നമ്മൾ അവസാനിക്കും. അതോടുകൂടി മൈത്രേയ മഹർഷി ഭഗവാന്റെ വരാഹ അവതാരത്തെക്കുറിച്ച് വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗം പൂർണ്ണമാവുകയാണ്. അപ്പോൾ സാക്ഷാൽ ശ്രീഹരി വരാഹമൂർത്തിയായി അവതരിച്ചത് എന്തിന്, ആ കർമ്മം പൂർത്തിയാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാനെയും ആ അവതാര കഥകളെ നമുക്കായി എഴുതി വെച്ച വ്യാസമഹർഷിയെയും ഒക്കെ മനസ്സിൽ, അതുപോലെ ശ്രീ ശുകബ്രഹ്മർഷി, സൂതമുനി, പരീക്ഷിത്ത്, മൈത്രേയ മഹർഷി, വിതുരര്, അവരെയൊക്കെ എല്ലാ ഗുരുക്കന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വരാഹാവതാരത്തെ ഇന്നും നാളെയുമായിട്ട് ആ കഥാ വിവരണം പൂർത്തിയാക്കാം. അപ്പം നല്ല പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 19. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. അത് നമ്മൾ കണ്ടു. അപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ പല രീതിയിലും കളിയാക്കുന്നുണ്ട്. ഭഗവാൻ ഭൂമിദേവിയെ ആദ്യം സുരക്ഷിതമാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പേടിച്ചോടുകയാണെന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് വീണ്ടും ഭഗവാനെ പ്രകോപിപ്പിക്കുന്നു. പിന്നെ ഗദ കൊണ്ട് ഭഗവാനെ പ്രഹരിക്കാൻ നോക്കുന്നു, പലതും ചെയ്യുന്നുണ്ട്. ഭഗവാനാണെങ്കിൽ വേണമെങ്കിൽ ഭഗവാനെ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാതെ ഹിരണ്യാക്ഷനെ ഇട്ടിങ്ങനെ കളിപ്പിക്കുക, അല്ലേ, ശരിക്കിട്ടിങ്ങനെ കളിപ്പിക്കുക ഹിരണ്യാക്ഷനെ. അതായത് പെട്ടെന്നങ്ങ് കൊല്ലാതെ ഹിരണ്യാക്ഷനെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് ഹിരണ്യാക്ഷൻ ഗത കൊണ്ടടിക്കുമ്പോൾ ഭഗവാൻ ഒഴിഞ്ഞു മാറും, ഭഗവാൻ അടിക്കുമ്പോൾ ഹിരണ്യാക്ഷൻ ഒഴിഞ്ഞു മാറും, അങ്ങനെയിട്ട് കളിപ്പിക്കുക. ഇത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ ഇവർ തമ്മിലുള്ള ഈ യുദ്ധത്തെ നേരിട്ട് കാണാനായിട്ട് അവിടെ വന്നു. ബ്രഹ്മാവും മറ്റു ദേവന്മാരെല്ലാവരും ആകാശചാരികളായി വന്ന് നിന്ന് ഇത് കാണുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് അതിനിടയിൽ ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കുക, സമയം കടന്നു പോവുകയാണ്, അസുരന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള സമയം, അതായത് ത്രിസന്ധ്യ സമയം ആവാറായി. അപ്പോൾ അങ്ങ് എത്രയും പെട്ടെന്ന് ഹിരണ്യാക്ഷനെ വധിക്കുക. ഇങ്ങനെ ഒരു ഭഗവാന്റെ ലീലയാണ്, ഒരു കളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധികം തുടരരുത്, കാരണം ഹിരണ്യാക്ഷന്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇനിയും യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഈ ലോകത്ത് അങ്ങ് സമാധാനം സ്വാസ്ഥ്യവും പുനഃസ്ഥാപിക്കണം. ഇതാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ആ പറഞ്ഞെടുത്ത് വെച്ചാണ് നമ്മുടെ 18-ാമത്തെ അധ്യായം പൂർത്തിയായത്. ഇനി നമ്മൾ 19-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഇതിലാണ് ഹിരണ്യാക്ഷാസുരന്റെ വധം. അപ്പോൾ അതാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. മൈത്രേയ ഉവാച. ശ്ലോകം 1. മൈത്രേയ ഉവാച. അവധാര്യ വിരിഞ്ചസ്യ നിർവ്യളീക അമൃതം വചഃ പ്രഹസ്യ പ്രേമഗർഭേണ തത് അഭാംഗേന സ അഗ്രഹീത്. അവധാര്യ വിരിഞ്ചസ്യ നിർവ്യളീക അമൃതം വചഃ പ്രഹസ്യ പ്രേമഗർഭേണ തത് അഭാംഗേന സഹ അഗ്രഹീത്. അതായത് മൈത്രേയ മഹർഷിയാണല്ലോ ഭഗവാന്റെ മഹാത്മ്യത്തെ അറിയാൻ ആഗ്രഹിച്ചു വന്ന വിതുരർക്ക് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ട് വരാഹ അവതാരത്തെക്കുറിച്ച്. അപ്പോൾ പറയുമ്പോൾ അവതാര്യ എന്ന് വെച്ചാൽ കേട്ടതിന് ശേഷം, വിരിഞ്ചസ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ, നിർവ്യളീക അമൃതം വച, അതായത് ഒരല്പം പോലും കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത, അമൃതതുല്യമായ ആ വാക്കുകൾ, ബ്രഹ്മാവ് പറഞ്ഞ ആ വാക്കുകൾ, ഭഗവാനെ വേഗം ഹിരണ്യാക്ഷനെ വധിക്കൂ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരല്പം പോലും, അതായത് ബ്രഹ്മാവിന് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം നേടാൻ വേണ്ടിയിട്ടല്ല ഹിരണ്യാക്ഷനെ വേഗം വധിക്കൂ എന്ന് പറയുന്നത്.
ലോകജനങ്ങളൊക്കെ പേടിച്ചു ഭയപ്പെട്ട് നിൽക്കുകയാണ്. ലോകത്ത് സമാധാനം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരല്പം പോലും കളങ്കമില്ലാത്ത അമൃതതുല്യമായ ബ്രഹ്മദേവന്റെ ആ വാക്കുകൾ അവധാര്യ എന്ന് വെച്ചാൽ കേട്ട ശേഷം, അത് കേട്ടപ്പോൾ ഭഗവാൻ പ്രഹസ്യ പതുക്കെ ഒന്ന് ഹൃദ്യമായിട്ട് പുഞ്ചിരിച്ചു എന്ന്, ബ്രഹ്മാവിനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അതാണ് പ്രഹസ്യ, പ്രേമഗർഭേണ. എന്നിട്ട് സ്നേഹനിർഭരമായ തത് ആ വാക്കുകളെ അഭാംഗേന ഒരു കടാക്ഷത്തോട് കൂടിയിട്ട് സഹ ആ ഭഗവാൻ അഗ്രഹീത് സ്വീകരിച്ചു. ഭഗവാൻ കേട്ടു, സ്വീകരിച്ചു. അപ്പോൾ വരാഹമൂർത്തി ബ്രഹ്മദേവൻ പറഞ്ഞ അമൃതതുല്യമായ വാക്കുകൾ കേട്ടപ്പോൾ വരാഹമൂർത്തി ബ്രഹ്മാവിനെ നോക്കിയിട്ട് ഒന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ചിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞ ആ വാക്കുകളെ, ആ സ്നേഹനിർഭരമായ ആ വാക്കുകളെ സന്തോഷത്തോടെ ഭഗവാൻ സ്വീകരിച്ചു. അപ്പോൾ ആ പുഞ്ചിരിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഹിരണ്യാക്ഷനെ പെട്ടെന്ന് അങ്ങ് വധിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഈ ഒരു 20 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. അതിൻ്റെ അവസാനം പറഞ്ഞുതരാം അതിൻ്റെ കാരണം. അപ്പം എനിക്കറിയാം അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത്. ഓരോന്ന് ഒഴിഞ്ഞു മാറിയും അങ്ങടടിച്ചും ഇങ്ങടടിച്ചും അവനെയിട്ട് ഞാൻ കളിപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഒന്ന് പുഞ്ചിരിച്ച് ബ്രഹ്മാവിനെ ഒന്ന് കടാക്ഷത്തോടെ ഒന്ന് അനുഗ്രഹിച്ചു കൊണ്ടൊന്ന് നോക്കിയിട്ട് ഭഗവാൻ ആ വാക്കുകളെ സ്വീകരിച്ചു. ശ്ലോകം 2. തതഃ സപത്നം മുഗതഃ ചരന്തം അകുതഃ ഭയം ജഗാന ഉത്പത്യഗതയാ ഹനൗ അസുരം അക്ഷജഃ. തതഃ സപത്നം മുഗതഃ ചരന്തം അകുതഃ ഭയം ജഗാന ഉത്പത്യഗതയാ ഹനൗ അസുരം അക്ഷജഃ. തതഃ അത് അപ്പം അതിന് ശേഷം സപത്നം എന്ന് വെച്ചാൽ ശത്രു, സപത്നം എന്ന് വെച്ചാൽ ശത്രുവിനെ, മുഗതഃ ചരന്തം, മുഗതഃ തൻ്റെ നേർക്ക് നേരെ മുന്നിൽ നിൽക്കുന്ന, അതാണ് മുഗതഃ ചരന്തം നിൽക്കുന്ന, അകുതഃ ഭയം ഒരു കൂസലുമില്ലാതെ, അത് ഒരു ഭയവുമില്ലാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ, ആ ശത്രു ആരാണ്? അസുരൻ. അതുപോലെ ആരാണ് കാണുന്നത്? അക്ഷജൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ചവനാണ് വരാഹമൂർത്തി. ഓർമ്മയുണ്ടോ? അത് ബ്രഹ്മദേവന്റെ ദേവന്മാരെല്ലാം വന്ന് സങ്കടം പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന്, നാസാരന്ധ്രങ്ങളിൽ നിന്നാണ് വരാഹമൂർത്തി ഉദ്ഭവിച്ചത്. അതാണ് അക്ഷജഹ എന്ന് പറയുന്നത്. അങ്ങനെ ആ വരാഹമൂർത്തി, ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ച വരാഹമൂർത്തി തൻ്റെ നേരെ ഒരു ഭയവും കൂടാതെ നിൽക്കുന്ന തൻ്റെ ശത്രുവിനെ കണ്ടിട്ട് എന്താ ചെയ്തത്? ജഗാന ഉത്പത്യ ഗതയ ഹനൗ. ഹനൗ എന്ന് വെച്ചാൽ താടി, അതായത് ഹിരണ്യാക്ഷൻ്റെ താടി ഭാഗത്ത് ജഗാന എന്ന് വെച്ചാൽ അടിച്ചു, ഉത്പത്യ എന്ന് വെച്ചാൽ ഗതയ എന്ന് വെച്ചാൽ തൻ്റെ ഗത കൊണ്ട്, ജഗാന ഉത്പത്യ എന്ന് വെച്ചാൽ അവൻ്റെ നേർക്ക് ചാടി വീണിട്ട് ഭഗവാൻ അവൻ്റെ ഹിരണ്യാക്ഷൻ്റെ താടിമ നോക്കിയിട്ട് തൻ്റെ ഗത കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത്. ഹിരണ്യാക്ഷൻ്റെ താടിയിൽ ഭഗവാൻ തൻ്റെ ഗത കൊണ്ട് അടിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നത് കേട്ടപ്പോൾ ഭഗവാൻ ഉടനെ തന്നെ ഒരു കൂസലും കൂടാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെ താടിയിൽ ഹിരണ്യാക്ഷൻ്റെ മുന്നിലേക്ക് ചാടി വീണിട്ട് ആ ഗത എടുത്തിട്ട് അടിച്ചു. ഇനി ശ്ലോകം 3. സാഹദാ തേന ഗതയാ വിഹദ ഭഗവത് കരാത് വിഗൂർണിത അബദത് രേജേ തത് അദ്ഭുതം ഇവ അഭവത്. സാഹദാ തേന ഗതയാ വിഹദ ഭഗവത് കരാത് വിഗൂർണിത അബദത് രേജേ തദ്ഭുതം ഇവ അഭവത്. സാ, അപ്പോൾ ഭഗവാൻ അടിച്ച ആ സാ എന്ന് പറഞ്ഞാൽ ആ അടിയെ, ഹദ അതായത് ആ ഹദ എന്ന് വെച്ചാൽ ആ അടിയെ, തേന ഹിരണ്യാക്ഷൻ ഗതയ തൻ്റെ ഗത കൊണ്ട്, ഭഗവത് കരാത് വിഹദ അതായത് തൻ്റെ ഗത കൊണ്ട് തടഞ്ഞു. അതായത് ഭഗവാൻ ഗത കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ താടിയിൽ അടിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ തൻ്റെ ഗത കൊണ്ട് ആ അടിയെ, അതാണ് സാഹദ, ആ അടിയെ തേന ഗതയ തൻ്റെ ഗത കൊണ്ട് ഹിരണ്യാക്ഷൻ തടഞ്ഞപ്പോൾ ഭഗവത് കരാത്ത് ഭഗവാന്റെ വരാഹമൂർത്തിയുടെ കയ്യിൽ നിന്ന് വിഹദ വഴുതി വീണു എന്ന്. എന്ത്? വിഗൂർണിത അബദത്ത് എന്ന് വെച്ചാൽ, വിഗൂർണിത അബദത്ത് എന്ന് വെച്ചാൽ താഴേക്ക് വീണു എന്ന്. ഭഗവാന്റെ കയ്യിലെ ഗത ഭഗവാന്റെ കയ്യിൽ നിന്നും തെറിച്ച് വഴുതി താഴെ വീണു എന്ന്. മനസ്സിലായോ? അപ്പോൾ ഹിരണ്യാക്ഷൻ തൻ്റെ ഗത കൊണ്ട് ആ അടിയെ തടഞ്ഞപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്നും ആ കയ്യിൽ നിന്ന് ആ ഗത തെറിച്ച് താഴെ വീണു. അപ്പോൾ
അത്ഭുതം ഇവ അഭവത് എന്ന്. അതായത് രേജെ അങ്ങനെ അപ്പോൾ ഭഗവാന്റെ ആയുധത്തെ വരെ അടിച്ചു വീഴ്ത്തി കളഞ്ഞ ഹിരണ്യാക്ഷൻ, രേജെ എന്ന് വെച്ചാൽ തേജസ്സോടുകൂടി, അങ്ങനെ തേജസ്സോടുകൂടി നിൽക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ടിട്ട് അത് കണ്ടപ്പോൾ അത്ഭുതം തന്നെയാണ് ഇപ്രകാരം അഭവത്ത്. അവിടെ നിൽക്കുന്ന ദേവന്മാരൊക്കെ അയ്യോ ഇത് അത്ഭുതം തന്നെയാണല്ലോ, ഭഗവാന്റെ കയ്യിലെ ആയുധം വരെ തെറിപ്പിച്ച് കളയാൻ മാത്രം ശക്തിയുള്ളവനായിരുന്നോ ഹിരണ്യാക്ഷൻ, ഇത് അത്ഭുതം തന്നെയാണല്ലോ എന്ന് എല്ലാവരും അവിടെ നിന്ന് ചിന്തിച്ചു എന്ന് അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ബ്രഹ്മദേവൻ പറയുന്നത് കേട്ട് തൻ്റെ ഗത കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ താടിക്ക് അടിക്കാൻ നോക്കിയപ്പോൾ ഹിരണ്യാക്ഷൻ തൻ്റെ ഗത കൊണ്ട് അതിനെ ആ അടിയെ തടഞ്ഞു. അപ്പം തിരിച്ച ആ തടയലില് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ഗത തെറിച്ചു വീണു. അങ്ങനെ വീണത് കണ്ട് അങ്ങനെ തേജസ്സോടുകൂടി നിൽക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു, ഇത് അത്ഭുതം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു പോയി. ഇനി ശ്ലോകം 4. സഹ തഥാ ലബ്ധതീർത്ഥഃ അഭി ന ബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. കേട്ടോ, അതാണ് ഹിരണ്യാക്ഷൻ ആരായിരുന്നു മുൻജന്മത്തിൽ, അതിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. സഹ തഥാ ലബ്ധതീർത്ഥഃ അഭി ന ബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. സഹ ആ ഹിരണ്യാക്ഷൻ തഥാ അപ്പോൾ ഭഗവാൻ എങ്ങനെയാ ആ സമയത്ത് നിൽക്കുന്നത്, കയ്യിലെ ആയുധം പോയില്ലേ, നിരായുധനായിട്ടാണ് ആ സമയത്ത് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. സഹ ആ ഹിരണ്യാക്ഷൻ തഥാ അപ്പോൾ ലബ്ധതീർത്ഥഃ നല്ലൊരു ചാൻസാ കിട്ടിയത് അല്ലേ, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രു നിരായുധനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശത്രുവിനെ തോൽപ്പിക്കാൻ കീഴടക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമായിരുന്നു അഭി. എങ്കിൽ പോലും നിരായുധം ആ സമയം നിരായുധനായി നിൽക്കുന്ന വരാഹമൂർത്തിയെ ന ബബാധേ ആക്രമിച്ചില്ല എന്ന്. അതായത് യുദ്ധത്തിൻ്റെ നീതി എന്താ, തൻ്റെ മുന്നിൽ ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് യുദ്ധനീതി. അപ്പം ഹിരണ്യാക്ഷൻ അത് പാലിച്ചു എന്നാണ് പറയുന്നത്. ആ സമയം നല്ലൊരു ശത്രുവിനെ കീഴടക്കാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് പോലും ഹിരണ്യാക്ഷൻ ആ സമയത്ത് നിരായുധനായി നിൽക്കുന്ന ഭഗവാനെ ആക്രമിച്ചില്ല. ന ബബാധേ മാനയൻ അവൻ മാനിച്ചു എന്ന്. മൃതേ ധർമ്മം, മൃതേ ധർമ്മം എന്ന് വെച്ചാൽ യുദ്ധധർമ്മം. ആ സമയം അവൻ യുദ്ധധർമ്മം പാലിച്ചു എന്ന് ഹിരണ്യാക്ഷൻ. പക്ഷെ അങ്ങനെ യുദ്ധം ചെയ്തില്ല, ആക്രമിച്ചില്ല. പക്ഷെ വിശ്വക്സേനം പ്രകോപയൻ എന്ന് വെച്ചാൽ എന്താ, ഭഗവാനെ ഇങ്ങനെ ദേഷ്യം വരുത്തുന്ന രീതിയിൽ പ്രകോപിപ്പിച്ചു നിന്നു. അയ്യോ നിന്റെ ആയുധം തെറിച്ചു പോയല്ലോ, നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ എൻ്റെ ഒരൊറ്റ അടിയിൽ നിന്റെ ആയുധം തെറിച്ചു പോയോ, നിനക്ക് ഇത്രയും ശക്തിയുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ ആ സമയം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചു നിന്നു. പക്ഷെ ഹിരണ്യാക്ഷൻ നിരായുധനായി നിൽക്കുന്ന വരാഹമൂർത്തിയെ ആ സമയം ആക്രമിച്ചില്ല. അങ്ങനെ അവൻ ആ സമയത്ത് യുദ്ധനീതി പാലിച്ചു, യുദ്ധനീതിയെ ആദരിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 5. ഗതയാം അപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ച അസ്മരത് വിഭുഃ. ഗതയാം അപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ച അസ്മരത് വിഭുഃ. ഗതയാം തൻ്റെ ഗത അപവിദ്ധായാം താഴെ വീണപ്പോൾ ഹാഹാകാരേ വിനിർഗതേ അവിടെ കണ്ടുകൊണ്ട് നിന്നിരുന്ന ദേവന്മാരുടെയൊക്കെ വായിൽ നിന്നും അയ്യോ എന്നുള്ള ഉറക്കെ കരഞ്ഞുകൊണ്ടുള്ള നിലവിളി പുറത്തു വന്നു. വിനിർഗതേ പുറത്തു വന്നു എന്ന്. ഭഗവാന്റെ ആയുധം പോയോ, ഇനി രക്ഷയില്ലേ എന്നൊക്കെ പേടിച്ചിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ താഴെ വീണപ്പോൾ അവിടെ കണ്ടു നിന്നിരുന്ന ദേവന്മാരുടെയൊക്കെ വായിൽ നിന്ന് അയ്യോ എന്നുള്ള ഉറക്കെ കരഞ്ഞുകൊണ്ടുള്ള ആ നിലവിളി പുറത്തു വന്നു. പക്ഷെ ഭഗവാൻ അതുകൊണ്ടൊന്നും പതറിയില്ല എന്നാണ് പറയുന്നത്. മാനയാമാസ തദ്ധർമ്മം, അവൻ തത് ധർമ്മം, ആ ധർമ്മത്തെ, ആ യുദ്ധനീതിയെ, ആ യുദ്ധധർമ്മത്തെ അവൻ പാലിച്ചത്, അവൻ അത് പാലിച്ച് കൊണ്ട് യുദ്ധം ചെയ്തത് കണ്ടതിനെ മാനയാമാസ ഭഗവാൻ മനസ്സുകൊണ്ടൊന്ന് മാനിച്ചു എന്ന്. ഹിരണ്യാക്ഷനോട് പറഞ്ഞില്ല, പക്ഷെ ഹിരണ്യാക്ഷൻ യുദ്ധനീതി പാലിച്ചില്ലേ, നിരായുധനായി നിൽക്കുന്ന ഭഗവാനെ ഓടിക്കേറി ആക്രമിച്ചില്ലല്ലോ. അത് കണ്ടപ്പോൾ ഉള്ളിൽ അദ്ദേഹം ഭഗവാൻ ഹിരണ്യാക്ഷനെ ഒന്ന് ബഹുമാനിച്ചു. അത് പറഞ്ഞില്ലെങ്കിലും ബഹുമാനിച്ചുകൊണ്ട് സുനാഭം, സുനാഭം എന്ന് വെച്ചാൽ തൻ്റെ സുദർശന ചക്രത്തെ
തൻ്റെ സുദർശന ചക്രത്തെ ച അസ്മരത് മനസ്സിൽ സ്മരിച്ചു എന്ന് വിഭു ആ ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആയുധം തെറിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ പേടിച്ചുറക്കെ നിലവിളിച്ചുവെങ്കിലും ഭഗവാൻ പതറിയില്ല. ഭഗവാന്റെ ഉള്ളിൽ ഹിരണ്യാക്ഷനോട് ഒരു ബഹുമാനമാണ് തോന്നിയത് ആ യുദ്ധനീതി പാലിച്ചത് കണ്ടപ്പോൾ. എന്നിട്ട് ഭഗവാൻ മനസ്സുകൊണ്ട് സുദർശന ചക്രത്തെ സ്മരിച്ചുകൊണ്ട് അവിടേക്ക് വിളിച്ചു വരുത്തി. ഇനി സുദർശന ചക്രം ഉപയോഗിച്ചാണ് ഹിരണ്യാക്ഷനെ നേരിടാൻ പോകുന്നത്. ശ്ലോകം 6. തം വ്യഗ്രചക്രം ദിതിപുത്ര അധമേന സ്വപാർഷദ മുഖ്യേന വിഷജ്ജമാനം ചിത്രാവാച അദദ്വിദാം കേ ചരാണാം തത്ര അസ്മാ ആസൻ സ്വസ്തി തേ അമും ജഹി ഇതി. എഴുതി വെച്ചോളൂട്ടാ, എന്നാലാണ് പിന്നീട് വായിക്കാൻ പറ്റുള്ളൂ. തം വ്യഗ്രചക്രം ദിതിപുത്ര അധമേന സ്വപാർഷദ മുഖേന വിഷജ്ജമാനം ചിത്രാവാചഃ അദദ്വിദാം കേചരാണാം തത്ര അസ്മാ ആസൻ സ്വസ്തി തേ അമും ജഹി ഇതി. അതായത് ആ വരാഹതം എന്ന് വെച്ചാൽ ആ വരാഹമൂർത്തിയോട്. എങ്ങനെയാണ് അപ്പോൾ വരാഹമൂർത്തി നിൽക്കുന്നത്? സുദർശന ചക്രം കയ്യിലേന്തിയിട്ടാ. വ്യഗ്രചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സുദർശന ചക്രം കയ്യിലേന്തിയിട്ട് ദിതിപുത്ര അധമേന ദിതിയുടെ പുത്രനായ അധമനായിട്ടുള്ള സ്വപാർഷദ മുഖ്യേന സ്വന്തം പാർഷദന്മാരിൽ ഭഗവാന്റെ സ്വന്തം പാർഷദന്മാരിൽ മുഖ്യനായ ഹിരണ്യാക്ഷനോട് വിഷജ്ജമാനം ലീലയാടി ഇങ്ങനെ കളിപ്പിച്ച്. ഹിരണ്യാക്ഷനുമായിട്ട് ഭഗവാന്റെ ഒരു ലീലയാണല്ലോ ഈ യുദ്ധം പോലും. അങ്ങനെ തൻ്റെ പാർഷദന്മാരിൽ മുഖ്യനായ ഹിരണ്യാക്ഷനോട് ദിതിയുടെ പുത്രനായി അധമനായി ജനിച്ച ഹിരണ്യാക്ഷന്റെ അടുത്ത് കയ്യിൽ സുദർശന ചക്രവും ഏന്തി നിൽക്കുന്ന ഭഗവാൻ ഇങ്ങനെ ലീലയാടിക്കൊണ്ട് നിൽക്കുന്ന ആ വരാഹമൂർത്തിയോട് ആ സമയം ചിത്രാവാച പല വിധത്തിലുള്ള വാക്കുകൾ അദദ്വിദാം ഇതൊന്നും അറിയാതെ അവിടെ വന്ന് നിൽക്കുന്ന കേ ചരാണാം ആകാശ, കേ എന്ന് വെച്ചാൽ ആകാശം, ചരാണാം എന്ന് വെച്ചാൽ ആകാശചാരികളായിട്ട് വന്ന് നിൽക്കുന്ന ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള മറ്റു ദേവന്മാരുണ്ടല്ലോ. അദദ്വിദ എന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നും അറിയില്ല. ഇത് ഭഗവാന്റെ ഒരു ലീലയാണെന്നും ഇതൊക്കെ ഹിരണ്യാക്ഷൻ ആരാണെന്നും ഇതൊന്നും അറിയാതെ അവിടെ വന്ന് നിൽക്കുന്ന ആ ദേവന്മാര് ആകാശചാരികളായി വന്ന് നിൽക്കുന്ന ദേവന്മാർ പല വിധത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ പറയാണെന്ന് ഭഗവാനോട്. തത്ര അസ്മാ ആസൻ അവിടെ വന്നെത്തിയ, തത്ര എന്ന് വെച്ചാൽ അവിടെ, അസ്മാ ആസൻ എന്ന് വെച്ചാൽ അവിടെ വന്നെത്തിയിരിക്കുന്ന ദേവന്മാർ പല വിധത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? സ്വസ്തി തേ ഭഗവാനെ അങ്ങയ്ക്ക് മംഗളം, സ്വസ്തി മംഗളം ഭവിക്കട്ടെ. അമും എന്ന് വെച്ചാൽ അവനെ ആ ഹിരണ്യാക്ഷനെ ജഹി എത്രയും പെട്ടെന്ന് അങ്ങ് വധിച്ചാലും ഇതി ഇപ്രകാരമുള്ള വാക്കുകളാണ് അവിടെ മുഴങ്ങിക്കേട്ടത് എന്ന് മനസ്സിലായ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സുദർശന ചക്രം ഏന്തി നിൽക്കുകയാണ് തൻ്റെ പാർഷദരിൽ മുഖ്യനായിട്ടുള്ള ഹിരണ്യാക്ഷനോട്. അതും ദിതിയുടെ പുത്രനായി ജനിച്ച അധമനായി വളർന്ന അസുരനായി ഇരിക്കുന്ന ഹിരണ്യാക്ഷനോട് ഇങ്ങനെ യുദ്ധം ചെയ്ത് ലീലയാടിക്കൊണ്ട് സുദർശന ചക്രം കയ്യിലേന്തി നിൽക്കുന്ന ആ ഭഗവാൻ വരാഹമൂർത്തിയോട് ആകാശചാരികളായി വന്നെത്തിയ ദേവന്മാരൊക്കെ പലവിധ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് ഇതാണ്: അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് സ്വസ്തി ഭവിക്കട്ടെ, അങ്ങ് എത്രയും വേഗം ആ അസുരനെ വധിച്ചാലും. ഇതാണ് അവിടെ മുഴങ്ങിക്കേട്ട വാക്കുകൾ. ശ്ലോകം 7. സഹതം നിശമ്യ ആത്തരദാംഗ അഗ്രദഃ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ച അമർഷ പരിപ്ലുത ഇന്ദ്രിയഃ രുഷാ സ്വദന്തച്ഛദം ആദശത് ശ്വസൻ. സഹതം നിശമ്യ ആത്തരദാംഗ അഗ്രദഃ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ച അമർഷ പരിപ്ലുത ഇന്ദ്രിയഃ രുഷാ സ്വദന്തച്ഛദം ആദശത് ശ്വസൻ. അതായത് ആ ഹിരണ്യാക്ഷൻ തം എന്നുവെച്ചാൽ വരാഹമൂർത്തി, തം എന്നുവെച്ചാൽ ആ വരാഹമൂർത്തിയെ ആത്തരദാംഗ കയ്യിൽ സുദർശന ചക്രമേന്തി നിൽക്കുന്ന, അഗ്രത എന്ന് വെച്ചാൽ തൻ്റെ മുന്നിൽ, വ്യവസ്ഥിതം എന്ന് വെച്ചാൽ നിൽക്കുന്ന, പത്മപലാശലോചനം താമരപ്പൂ പോലെ നിർമ്മലമായ കണ്ണുകളോടുകൂടി കയ്യിൽ സുദർശന ചക്രവും ഏന്തി തൻ്റെ മുന്നിൽ, അഗ്രത എന്ന് വെച്ചാൽ മുന്നിൽ, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വരാഹമൂർത്തിയെ കണ്ടിട്ടും വിലോക്യ കണ്ടിട്ട് പോലും അത് ആരാണെന്ന് മനസ്സിലാക്കാൻ പ്രചോദിതമായ ബുദ്ധി അവിടെ പ്രവർത്തിച്ചില്ല എന്ന് ഹിരണ്യാക്ഷനെ. അത് ആരാണെന്ന് മനസ്സിലായില്ല. വരാഹമൂർത്തി ആണെങ്കിലും സുദർശന ചക്രം കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. താമരപ്പൂ പോലെയുള്ള കണ്ണുകളാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇത് സാക്ഷാൽ ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കാതെ ഹിരണ്യാക്ഷനെ അമർഷ പരിപ്ലുത ഇന്ദ്രിയ, കോപത്താൽ കീഴടക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനായി എന്നും.
അവൻ്റെ ശരീരാവയവങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ നിറഞ്ഞ കോപം വന്നിട്ട് രുഷ അത്യധികമായി വളർന്നു വന്ന ആ കോപത്തോടെ സ്വതന്തച്ഛതം പല്ലും ചുണ്ടൊക്കെ കടിച്ചിട്ട് ആദശശ്വസൻ ഉറക്കെ ശ്വസിച്ചു നിന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് നിൽക്കണമെന്ന് കോപം കൊണ്ട് വിറച്ചിട്ട്. ഇത് നിൽക്കുന്നത് ആരാണെന്ന് ഇത് രൂപം കണ്ടിട്ട് പോലും ഹിരണ്യാക്ഷനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നത്. ഇത് യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഹിരണ്യാക്ഷൻ ആ ഭഗവാനെ കണ്ടിട്ട് കോപം കൊണ്ട് വിറച്ച് അവൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ കോപത്താൽ കീഴടക്കപ്പെട്ടു. അങ്ങനെ വളർന്നു വന്ന കോപത്താൽ ചുണ്ട് കടിച്ച് ദീർഘശ്വാസം എടുത്തിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഹിരണ്യാക്ഷന്റെ കോപത്തെ ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ ഇവനിങ്ങനെ കളിപ്പിച്ച് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം ഹിരണ്യാക്ഷന്റെ കോപം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തണം. ആ കോപം അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവനിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ശ്ലോകം 8. കരാളദംഷ്ട്രചക്ഷുർഭ്യാം സംചക്ഷണഃ ദഹൻ ഇവ അഭിപ്ലുത്യ സ്വഗതയാ ഹതഃ അസി ഇതി ആഹനത് ഹരി. കരാളദംഷ്ട്രചക്ഷുർഭ്യാം സംചക്ഷണഃ ദഹൻ ഇവ അഭിപ്ലുത്യ സ്വഗതയാ ഹതഃ അസി ഇതി ആഹനത് ഹരി. കരാളദംഷ്ട്ര എന്ന് വെച്ചാൽ ഭയാനകമായ ദംഷ്ട്രകളോട് കൂടിയ, ചക്ഷുർഭ്യാം എന്ന് വെച്ചാൽ ഇരു കണ്ണുകളോടും കൂടി, സംചക്ഷണഃ ദഹൻ ഇവ ദഹിപ്പിക്കുന്ന പോലെ ഭഗവാനെ തുറച്ചു നോക്കുകയാണെന്ന് ഹിരണ്യാക്ഷൻ. ഭയാനകമായ ദംഷ്ട്രകളോടുകൂടി രണ്ട് കണ്ണുകളും ഇങ്ങനെ തുറപ്പിച്ച് ഭഗവാനെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഹിരണ്യാക്ഷൻ അഭിപ്ലുത്യ ഭഗവാന്റെ നേർക്ക് ചാടി വീണിട്ട് സ്വഗതയ സ്വന്തം ഗത കൊണ്ട് ഹതഹ അസി ഇതി നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്രകാരം പറഞ്ഞിട്ട് ആഹനത് ഹരിയും ഭഗവാൻ ശ്രീഹരിയെ അടിച്ചു എന്ന്. അപ്പോൾ ഭഗവാൻ സുദർശന ചക്രം കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ടായ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ആ ദംഷ്ട്രകളൊക്കെ കാണിച്ച് ഭഗവാനെ ദഹിപ്പിക്കുന്ന രീതിയിൽ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്ന ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മുന്നിലേക്ക് ചാടിയിട്ട് ഗത കൊണ്ട് നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അടിച്ചു. ശ്ലോകം 9. പദാ സവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകരഃ ലീലയാ മിഷതഃ ശത്രോഹോ പ്രാഹരത് വാദരം ഹസം. പദാസവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകരഃ ലീലയാ മിഷതഃ ശത്രോ പ്രാഹരത് വാദരം ഹസം. പദാസവ്യേന തൻ്റെ ഇടതുകാലുകൊണ്ട് താം ആ ഗത കൊണ്ടുള്ള സാധോ എന്ന് വിളിക്കുന്നത് ഇവിടെ അല്ലയോ സാധ്വിയായിട്ടുള്ള വിദുരരെ, മൈത്രേയ മഹർഷിയാണ് വിളിക്കുന്നത്. അല്ലയോ വിദുരരെ, ഭഗവാൻ തൻ്റെ ഇടതുകാലുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ആ ഗത കൊണ്ടുള്ള അടിയെ ഭഗവാൻ യജ്ഞസൂകരഃ ആ യജ്ഞമൂർത്തിയായ വരാഹമൂർത്തി തൻ്റെ ഇടതുകാലുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ഗത കൊണ്ടുള്ള അടിയെ ലീലയ ഒരു കളി പോലെ ഒരു ലീല പോലെ മിഷതഃ ശത്രു തൻ്റെ ശത്രു നോക്കി നിൽക്കെ തന്നെ പ്രാഹരത് അടിച്ചു വീഴ്ത്തി വാദരംഹസം ഒരു കൊടുങ്കാറ്റ് പോലെ വരുന്ന ആ ഗദയുടെ അടിയെ അടിച്ചു വീഴ്ത്തിയെന്ന് ഭഗവാൻ ഇടതുകാലുകൊണ്ട്. അതാണ് പറയുന്നത്. ഭഗവാൻ യജ്ഞമൂർത്തി ഹിരണ്യാക്ഷൻ ഭഗവാനെ ഗത കൊണ്ട് അടിക്കാൻ നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വന്നപ്പോൾ ഭഗവാൻ വരാഹമൂർത്തി തൻ്റെ ഇടതുകാലുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ആ ഗത കൊണ്ടുള്ള എന്താ പറയുക കൊടുങ്കാറ്റ് പോലെ വീശി വരുന്ന ആ ഗത കൊണ്ടുള്ള അടിയെ അടിച്ചു വീഴ്ത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ നിന്ന് ഗത തെറിച്ചുപോയി. അതാണ് പറയുന്നത് പ്രാഹരത്, അതായത് അടിച്ചു വീഴ്ത്തി ഗദയെ, ഹിരണ്യാക്ഷൻ്റെ ഗദയെ അടിച്ച് വീഴ്ത്തി കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസുരൻ്റെ കയ്യിൽ നിന്നും ഗദ തെറിച്ചുപോയി. ഇപ്പോൾ നിരായുധനായി നിൽക്കുന്നത് ഹിരണ്യാക്ഷനാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അത് ശ്ലോകം 10. ആഹാ ച ആയുധം ആദത്സ്വ ഗഡസ്വ ത്വം ജിഗീഷസി ഇതി ഉക്തഃ സ തദാ ഭൂയഃ താടയൻ വ്യനദത് ഭൃശം. ആഹാ ച ആയുധം ആദത്സ്വ ഗഡസ്വ ത്വം ജിഗീഷസി ഇതി ഉക്തഃ സ തദാ ഭൂയഃ താടയൻ വ്യനദത് ഭൃശം. അതായത് ആഹാ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ആയുധം ആദത്സ്വ
നീ ആയുധം എടുത്തോ, നിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയില്ലേ ആയുധം, അപ്പം ഞാൻ നിന്നെ ആക്രമിക്കുന്നില്ല, നീ അത് എടുക്ക്, എന്നിട്ട് ഗഡസ്വ ഒന്നും കൂടി ശ്രമിക്കുക എന്നെ അടിക്കാനായിട്ട്. ത്വം ജിഗീഷസി, നീ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, അതാണ് ജിഗീഷസി. ജയിക്കാൻ ആഗ്രഹിക്കുന്ന നീ ആ നിലത്ത് വീണ് കിടക്കുന്ന ആയുധം എടുക്ക്, എന്നിട്ട് നീ ഒന്നും കൂടി ശ്രമിക്കുക, അതാണ് ഘടസ്വ, ഒന്നും കൂടി ശ്രമിക്കുക എന്നെ അടിക്കാനായിട്ട്. ഇതി ഉക്ത, ഇപ്രകാരം പറഞ്ഞിട്ട് സഹ പറഞ്ഞതപ്പോൾ, സഹ എന്നുവെച്ചാൽ ആ ഹിരണ്യാക്ഷൻ, തഥാ ആ സമയം, ഭൂയഹ വീണ്ടും, താടയൻ അടിച്ചു, വ്യനദത് ഭൃശം ഉറക്കെ അലറിക്കൊണ്ട്, അതാണ് വ്യനദത് ഭൃശം. ഹിരണ്യാക്ഷൻ അത് കേട്ടപ്പോൾ ഒന്നും കൂടി ദേഷ്യം വന്നു, എന്നിട്ട് ഉറക്കെ അലറിക്കൊണ്ട് ഭഗവാനെ വീണ്ടും അടിച്ചു. അതാണ് പറയുന്നത്, ഹിരണ്യാക്ഷൻ വീണ്ടും താടയൻ ഭഗവാനെ അടിച്ചു. ശ്ലോകം 11. താം സ ആപദതീം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിതഃ ജഗ്രാഹ ലീലയാ പ്രാപ്താം ഗുരുത്മാൻ ഇവ പന്നകീം. അപ്പോൾ താഴെ കിടക്കുന്ന ഗദ എടുത്തിട്ട് നീ എന്നെ ഒന്നും കൂടി അടിക്കി എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഹിരണ്യാക്ഷന് വീണ്ടും ദേഷ്യം വന്നു. അപ്പോൾ ഹിരണ്യാക്ഷൻ ദേഷ്യം കൊണ്ട് അലറിയിട്ട് ആ ഗദ എടുത്തിട്ട് ഭഗവാനെ വീണ്ടും അടിക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ താം സ ആപദതീം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിതഃ ജഗ്രാഹ ലീലയാ പ്രാപ്താം ഗുരുത്മാൻ ഇവ പന്നകീം. താം ആ ഗദയെ, സഹ എന്നുവെച്ചാൽ ആ ഭഗവാൻ, ആപതി എന്നുവെച്ചാൽ തൻ്റെ നേർക്ക് വരുന്ന ആ ഗദയെ, വീക്ഷ്യ കണ്ടിട്ട്, ഭഗവാൻ സമവസ്ഥിതഃ വരാഹമൂർത്തി സമവസ്ഥിത അവിടെ തന്നെ നിന്നു എന്ന്. അപ്പം അലറിക്കൊണ്ട് ഹിരണ്യാക്ഷൻ ആ ഗദ എടുത്തിട്ട് ഭഗവാനെ വീണ്ടും അടിക്കാൻ വരിക. അപ്പം തൻ്റെ നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ വീശി വരുന്ന ആ ഗദ വരുന്നത് കണ്ടിട്ട് ഭഗവാൻ പതറാതെ സമവസ്ഥിത അവിടെ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് ജഗ്രാഹ പിടികൂടിയെന്ന്, ലീലയാ പ്രാപ്തം ഒരു കളിതമാശ പോലെ, നിഷ്പ്രയാസം ഒരു ലീല പോലെ ഭഗവാൻ ഹിരണ്യാക്ഷന്റെ ഗദയെ കയറി പിടിച്ചു, അത് പിടിച്ചു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, ഗുരുത്മാൻ ഇവ പന്നകീം, ഗരുഡൻ ഇവ എന്ന് വെച്ചാൽ പോലെ, പന്നകീം എന്ന് വെച്ചാൽ സർപ്പം. ഗരുഡൻ ഒരു സർപ്പത്തെ എങ്ങനെയാണ് നിഷ്പ്രയാസം പിടിക്കുക, അതുപോലെ ഭഗവാൻ ഹിരണ്യാക്ഷന്റെ കയ്യിൽ നിന്ന് ആ ഗദയെ പിടിച്ചു വാങ്ങി. അതാണ് പറയുന്നത്. അപ്പം നിലത്ത് ആദ്യം അടിച്ചപ്പോൾ നിലത്ത് വീണു ഹിരണ്യാക്ഷന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഭഗവാൻ എടുത്തോളാൻ പറഞ്ഞു, എടുത്തിട്ട് ഒന്നുകൂടി അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഹിരണ്യാക്ഷന്റെ ദേഷ്യം വന്നിട്ട് അലറിക്കൊണ്ട് ആ ഗദയെടുത്ത് വീണ്ടും ഭഗവാനെ അടിക്കാൻ വന്നപ്പോൾ ഗരുഡൻ ഒരു സർപ്പത്തെ എങ്ങനെയാണോ നിഷ്പ്രയാസം പിടിക്കുന്നത്, അതുപോലെ ഭഗവാൻ ആ തനിക്ക് നേരെ വീശി വരുന്ന ആ ഗദയെ വളരെ നിഷ്പ്രയാസം ഹിരണ്യാക്ഷന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു എന്ന്. അപ്പോൾ ഹിരണ്യാക്ഷന്റെ ഗദ ഇപ്പോൾ ഭഗവാന്റെ കയ്യിലാണ്, വളരെ എളുപ്പം അത് പിടിച്ചെടുത്തു. അതുകൂടി സംഭവിച്ചപ്പോൾ ഹിരണ്യാക്ഷന് അത് ഭയങ്കര മാനക്കേടായിപ്പോയി. കാരണം തന്നെ കീഴ്പ്പെടുത്താൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല എന്നാണ് ഹിരണ്യാക്ഷൻ കരുതുന്നത്. എൻ്റെ ഗദ ഇപ്പോൾ എൻ്റെ ശത്രുവിൻ്റെ കയ്യിലാണ്, തെറിച്ച് വീഴുക പോലും അല്ല ചെയ്തത്, അത് ഭഗവാൻ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ അത് വളരെ വലിയൊരു മാനക്കേടായിട്ടാണ് ഹിരണ്യാക്ഷനെ തോന്നിയത്. അതാണ് ശ്ലോകം 12. സൗ പൗരുഷേ പ്രതിഹതേ ഹതമാനഃ മഹാസുരഃ ന ഐച്ഛത് ഗദാം ദീയമാനാം ഹരിണ വിഗത പ്രഭഃ. സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനഃ മഹാസുരഃ ന ഐച്ഛത് ഗദാം ദീയമാനാം ഹരിണ വിഗത പ്രഭഃ. സ്വപുരുഷേ തൻ്റെ പൗരുഷം, പ്രതിഹതേ നഷ്ടപ്പെട്ടതുപോലെ, ഹതമാനഃ മാനഹാനി സംഭവിച്ചതായിട്ട് മഹാസുര ഹിരണ്യാക്ഷന് തോന്നി. അതോടെ തൻ്റെ പൗരുഷം നഷ്ടപ്പെട്ട് തൻ്റെ അഭിമാനം, തനിക്ക് മാനം പോയതുപോലെ മാനഹാനി സംഭവിച്ചതായിട്ടാണ് ഹിരണ്യാക്ഷന് തോന്നിയത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വിഗതപ്രഭ, തൻ്റെ തേജസ്, വിഗതപ്രഭ തൻ്റെ പ്രഭാവം, ആ തേജസ്സൊക്കെ കുറഞ്ഞു പോയതുപോലെ തോന്നിയ ആ ഹിരണ്യാക്ഷൻ ഹരിണ ഭഗവാനാൽ ദീയമാന കൊടുക്കപ്പെട്ട, തിരികെ കൊടുക്കപ്പെട്ട ആ ഗദയെ ന ഐച്ഛത് സ്വീകരിച്ചില്ല എന്നാണ്. ഭഗവാൻ കയ്യിൽ പിടിച്ചെടുത്തിട്ട് ആ ഗദ തിരിച്ചു കൊടുത്തു. എന്നാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ തൻ്റെ തേജസ് കുറഞ്ഞു പോയി, തനിക്ക് തൻ്റെ ആ എന്താ പറയുക, ആ പൗരുഷം നഷ്ടപ്പെട്ടു, മാനം പോയി എന്ന് തോന്നിയ ഹിരണ്യാക്ഷൻ. അപ്പം നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കി, തൻ്റെ തേജസ്, ആ പ്രഭാവം കുറഞ്ഞു, തൻ്റെ പൗരുഷം നഷ്ടപ്പെട്ടു, എനിക്ക് മാനഹാനി സംഭവിച്ചു. ഈ 3 തോന്നലും എന്തിൽ നിന്നായിരിക്കും ഉണ്ടാവുക? അഭിമാനബോധം, മാനാഭിമാന ചിന്ത, ഈഗോ അല്ലേ, ഞാനെന്ന ചിന്തയിൽ നിന്നാണ് എൻ്റെ തേജസ് പോയി. എനിക്ക്
ഈ എൻ്റെ തേജസ് പോയി എന്ന് ഒരുവൻ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ ഉള്ളിലെ ആത്മാവാണ് അവൻ്റെ തേജസ്, അവനായിരിക്കുന്ന ആത്മാവ്. അതറിയാത്തവനാണ്. അപ്പോൾ മനസ്സിലായോ? എൻ്റെ തേജസ് പോയി, എനിക്ക് മാനം കെട്ടവനായി ഞാൻ, എൻ്റെ പൗരുഷം പോയി എന്നൊക്കെയുള്ളത് ആ ഈഗോയിൽ നിന്ന് വരുന്ന ഏറ്റവും ഉയർന്ന അഭിമാനബോധത്തിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയ ഹിരണ്യാക്ഷൻ ഭഗവാൻ തിരിച്ചു കൊടുത്തു. കയ്യിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും ആ ഗതയെ തിരിച്ചു കൊടുത്തെങ്കിലും ആ അഭിമാനബോധത്തിന് ക്ഷതമേറ്റപ്പോൾ അത് സ്വീകരിച്ചില്ല. വേണ്ട, അങ്ങനെ ശത്രുവിനാൽ ദയ തോന്നി തിരിച്ചു തരുന്ന ഒരു ആയുധം എനിക്ക് ആവശ്യമില്ല യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹിരണ്യാക്ഷൻ അത് സ്വീകരിച്ചില്ല. അപ്പം അതൊക്കെ ഹിരണ്യാക്ഷൻ്റെ ഇപ്പം ഭഗവാൻ ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ശരിക്ക് അവൻ്റെ ഉള്ളിലെ മുഴുവൻ ഈഗോയെയും എടുത്ത് പുറത്തേക്ക് ഇടുക ചെയ്യുന്നത്. മനസ്സിലായോ? ദേവന്മാർക്ക് അത് മനസ്സിലാവണില്ല. ദേവന്മാരൊക്കെ വേഗം കൊല്ല് എന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ ഭഗവാൻ അതിനപ്പുറത്താണ് ചിന്തിക്കുന്നത്. ഇവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാർഷദനാണ്. അവനെ കളങ്കമില്ലാത്തവനാക്കി അഹങ്കാരം എന്ന കാപട്യത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ, അവൻ്റെ ഉള്ളിലെ ഈഗോ പൂർണ്ണമായിട്ട് നശിക്കണമെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്ന ചിന്ത അവന് പോകണം. അതിനെന്താ വേണ്ടത്? അവൻ്റെ മുഴുവൻ ശക്തിയും ക്ഷയിക്കണം. അല്ലേ? നമുക്കെല്ലാം നഷ്ടപ്പെടുന്നിടത്തല്ലേ നമ്മുടെ ഈഗോ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ലല്ലോ. മഹാബലിക്ക് ഇങ്ങനെ ഈഗോ പോയ ബലി മഹാബലി ആയതിനുള്ള കാരണം എന്താ? ബലി ലോകത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ബലിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ബലിക്ക് അപൂർണമായ ഈഗോ, ഞാൻ എൻ്റെ ശക്തി എന്ന തോന്നൽ നശിച്ചത്, ഇല്ലാണ്ടായത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷമാണ് അതറിയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹിരണ്യാക്ഷൻ്റെ ഉള്ളിലെ ഞാനെന്ന അഹങ്കാരത്തിൽ നിന്നും, ആ അഹങ്കാരം കൊണ്ടാണല്ലോ പാർഷദനായിരുന്ന ഹിരണ്യാക്ഷൻ വിജയന്മാർക്ക് ഇപ്പോൾ ഇവിടെ എത്തേണ്ടി വന്നത്. ആ അഹങ്കാരം കൊണ്ടാണല്ലോ അവർക്ക് ആ ശാപം കിട്ടിയത്. അപ്പോൾ എന്തിനാണോ ഈ ശാപം കിട്ടിയത്? ഈ പ്രാരാബ്ധത്തെ തീർത്ത് കെട്ടിയിട്ട് തിരിച്ചു വരാനാണ്. അപ്പോൾ എന്തിനാണോ അവൻ ഈ ശാപം കിട്ടി ഹിരണ്യാക്ഷനായി ജനിച്ചത്? ആ ഈഗോ, അവൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന വികാരം പൂർണ്ണമായി ഇല്ലാണ്ടാവണം. ആ ഇല്ലാണ്ടാവണമെങ്കിൽ അത് മുഴുവൻ പുറത്തേക്ക് വരണം. അല്ലേ? ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഞാൻ എന്ന വികാരം പുറത്തേക്ക് വന്നില്ലെങ്കിൽ പോവില്ല, അതവിടെ കിടക്കും. ആ വ്യക്തി പോലും അറിയില്ല ഞാൻ ഈ വികാരത്തിലാണ് ഇരിക്കുന്നത് എന്ന്. ഒരു മൂടുപടത്തിൽ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു ധാരണയിൽ അവർ ജീവിക്കും. അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലിരിക്കുന്ന ഈഗോ പുറത്തു വരണമെങ്കിൽ ആ ഈഗോയിൽ നിന്ന് വരുന്ന എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് വരണം. അപ്പോഴേ അത് മുഴുവനായിട്ടും പുറത്തേക്ക് പോവുള്ളൂ, എല്ലാം പുറത്തേക്ക് പോവുള്ളൂ. അവിടെ മാനവും അഭിമാനമൊക്കെ ക്ഷത സംഭവിക്കും, എല്ലാം നശിക്കും, എല്ലാ അഭിമാനബോധവും പോവും, എല്ലാം സംഭവിക്കും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് കളഞ്ഞ് ഹിരണ്യാക്ഷനെ ഭഗവാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അത് കാണുന്നവർക്ക് ആർക്കും മനസ്സിലാവണില്ല, ഭഗവാനെ അറിയുള്ളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൊന്ന ഹിരണ്യാക്ഷന് ഈഗോ പോവില്ല. ആ ജന്മം, ആ ശരീരം വെടിഞ്ഞ ആത്മാവ് പോവും. എന്തിനാണോ ആ ശരീരം എടുത്തതെന്നുള്ള കാര്യം നടക്കില്ല. ഈ ശരീരം എടുത്തത് ഈ പ്രാരാബ്ദം തീർക്കാനാ. അപ്പം ഈ കളങ്കം പോണം, ഞാനെന്ന അഹങ്കാരം പോണം. അത് പോയാലേ ഹിരണ്യാക്ഷന് മോക്ഷം കിട്ടുള്ളൂ. അപ്പം അത് പോവാതെ വെറുതെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരുപാട് ജന്മങ്ങൾ ഹിരണ്യാക്ഷ എടുക്കേണ്ടി വരും. ഇത് തീർത്ത് കിട്ടുന്നത് വരെ ഒരുപാട് ജന്മങ്ങളെ എടുത്ത് അനുഭവിച്ച് തീർക്കേണ്ടി വരും. അതിൽ നിന്നും ഭഗവാൻ ശരിക്ക് ആ പാർഷദനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇട്ട് ഈ കളിപ്പിക്കുന്നത്. അവൻ്റെ കോപത്തെ കൂട്ടി അവൻ്റെ ഞാൻ എന്ന വികാരത്തെ മുഴുവനും പുറത്തേക്ക് എടുത്തിടാൻ, മനസ്സിലായ? എന്നിട്ട് തോൽപ്പിക്കുമ്പോഴാണ് ഞാൻ ഇത്രയേ ഉള്ളൂ ആ ശക്തിക്ക് മുന്നിൽ എന്ന് തിരിച്ചറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാൻ തിരിച്ചു കൊടുത്ത ഗത സ്വീകരിച്ചില്ല, അഭിമാനബോധം കാരണം. ശ്ലോകം 13. ജഗ്രാഹ ത്രിശിഖം ശൂലം ജ്വലനം ലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായ അഭിചരൻ യഥാ. ജഗ്രാഹ, അതായത് അവൻ എടുത്തു, ഹിരണ്യാക്ഷൻ എടുത്തു, ഉയർത്തിയെന്ന്. ത്രിശിഖം ശൂലം, അപ്പം ഭഗവാൻ ഗത കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ലല്ലോ, അപ്പം അത് വേണ്ട. എന്നിട്ട് എടുത്തുയർത്തി 3 മുനയുള്ള ശൂലം, അതാണ് ത്രിശിഖം ശൂലം, 3 മുനയുള്ള ശൂലത്തെ ജ്വലനം, അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ശൂലം ഹിരണ്യാക്ഷൻ കയ്യിലെടുത്തിട്ട് ഉയർത്തി. എന്നിട്ട് യജ്ഞായ ധൃതരൂപായ, അതായത് യജ്ഞസ്വരൂപന്റെ രൂപം,
യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ രൂപം സ്വീകരിച്ചു നിൽക്കുന്ന ഭഗവാനെ വിപ്രായ അഭിചരൻ യഥാ, ഭഗവാന്റെ നേർക്ക് ആ ത്രിശൂലത്തെ, ആ 3 മുനയുള്ള ശൂലത്തെ പ്രയോഗിച്ചു എന്ന്. പക്ഷെ ഭഗവാന്റെ നേർക്ക് അത് വന്നപ്പോൾ എന്തുപോലെയാണെന്നാ പറയുന്നത്? വിപ്രായ അഭിചരൻ. വിപ്രായ ഒരു പരിശുദ്ധനായ ബ്രാഹ്മണന് നേരെ അഭിചരൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആഭിചാരം, അവന് ദോഷം വരുത്താൻ ആഭിചാരം പ്രയോഗിച്ചാൽ അത് ആ ശുദ്ധ പരിശുദ്ധ ബ്രാഹ്മണൻ അത് ഏൽക്കില്ല. യഥാ എന്നതുപോലെയായിരുന്നു അത്. അതാണ് വിപ്രായ അഭിചരൻ. പരിശുദ്ധനായ ഒരു ബ്രാഹ്മണന് നേരെ ഒരു ആഭിചാര കർമ്മം ആരെങ്കിലും പ്രയോഗിച്ചാലും അവനിൽ അത് ഏൽക്കില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മതമല്ല ജാതിയല്ല എന്നറിയാലോ. ആ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു പരമജ്ഞാനിക്ക് നേരെ അവന് ദോഷം ഉണ്ടാക്കാൻ ആരെന്തെങ്കിലും പ്രയോഗിച്ചാൽ അവന് ഏൽക്കില്ല എന്ന് പറയുന്നത് എന്താ? സുഖദുഃഖങ്ങളെ സമനിലയിൽ കണ്ട് മനസ്സ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നവരാണ് ബ്രഹ്മജ്ഞന്മാർ. അപ്പൊ അവരെ ഒന്നും ബാധിക്കില്ല. എന്ത് ദുരിതം അവർക്ക് വരാൻ വേണ്ടി ആര് പ്രവർത്തിച്ചാലും സുഖത്തെയും ദുഃഖത്തെയും തുല്യ അനുപാതത്തിൽ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ബ്രഹ്മജ്ഞര്. അവര് മനസ്സ് തിദീക്ഷയിൽ എത്തിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അത് ഏശില്ല, ബാധിക്കില്ല എന്നതുപോലെയായിരുന്നു ഇത്. അപ്പൊ ത്രിശൂലം കയ്യിലെടുത്തിട്ട് ഹിരണ്യാക്ഷൻ ഭഗവാനെ എതിർക്കാൻ ഭഗവാന് നേരെ പ്രയോഗിച്ചെങ്കിലും അത് ഭഗവാന് ഒരു ദോഷവും വരുത്തിയില്ല എന്ന്. അത് ബ്രാഹ്മണർക്ക് നേരെ ആഭിചാരം പ്രയോഗിക്കുന്നത് പോലെ നിഷ്പ്രഭമായി പോയി എന്നാണ് പറയുന്നത്. ശ്ലോകം 14. തദോജസ ദൈത്യ മഹാഭടാർപ്പിതം ചകാസദ് അന്ത ഖേ ഉദീർണദീധിതി ചക്രേണ ചിച്ഛേദ നിഷാദനേമിന ഹരിഹി യഥാ താർക്ഷ്യ പദത്രം ഉജ്ഹിതം. തദ് ഓജസാ ദൈത്യ മഹാഭടാർപ്പിതം ചകാസദ് അന്തഃ ഖേ ഉദീർണദീധിതി ചക്രേണ ചിച്ഛേദ നിഷാദനേമിന ഹരിഹി യഥാ താർക്ഷ്യ പദത്രം ഉജ്ഹിതം. അപ്പോൾ ആ ശൂലത്തെ, ഓജസ എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷന്റെ മുഴുവൻ ശക്തിയുമുള്ള ആ ശൂലത്തെ ദൈത്യമഹാബടാർപ്പിതം, ദൈത്യന്മാരുടെ അസുരന്മാരിൽ ഏറ്റവും ശക്തിമാനായ ഹിരണ്യാക്ഷനാൽ അർപ്പിതം അയച്ച, അതാണ് ഹിരണ്യാക്ഷനാൽ, ദൈത്യന്മാരിൽ അസുരന്മാരിൽ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഹിരണ്യാക്ഷനാൽ അയക്കപ്പെട്ട ആ ശൂലത്തെ, ഹിരണ്യാക്ഷന്റെ ഓജസ മുഴുവൻ ശക്തിയുമുള്ള ആ ശൂലത്തെ, അത് മാത്രമല്ല ആ ശൂലം ചകാസത് പ്രകാശിച്ചു നിൽക്കുകയാണ്. അന്തഖേ ആകാശമധ്യത്തിൽ, ഹിരണ്യാക്ഷൻ അയച്ച ആ ശൂലം ആകാശമധ്യത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ഉദീർണ ദീധിതി, ഉയർന്ന തേജസ്സോട് കൂടിയിട്ട്, ഉദീർണ ദീധിതി എന്ന് വെച്ചാൽ ഉയർന്ന തേജസ്സോടുകൂടി ഹിരണ്യാക്ഷന്റെ മുഴുവൻ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ഹിരണ്യാക്ഷൻ അയച്ച ആ ശൂലം ആകാശമധ്യത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ ചക്രേണ ചിച്ഛേദ നിഷാദനേമിന നല്ല മൂർച്ചയുള്ള ചക്രേണ കയ്യിൽ. അപ്പോൾ വരാഹമൂർത്തി സുദർശന ചക്രവും കൊണ്ടാണല്ലോ നിൽക്കുന്നത്. ആ സുദർശന ചക്രത്താൽ ചിച്ഛേദ, ആ ശൂലത്തെ, 3 മുനയുള്ള ആ ശൂലത്തെ കഷ്ണങ്ങളാക്കി ഛേദിച്ചു കളഞ്ഞു എന്ന്. ഭഗവാന്റെ സുദർശന ചക്രം അയച്ചിട്ട് ആ ശൂലത്തെ ഛേദിച്ചു കളഞ്ഞു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്. ഹരിഹി യഥാ, ഇവിടെ ഹരി എന്ന് പറയുന്നത് ഇന്ദ്രനെയാണ് കേട്ടോ. ഇന്ദ്രദേവൻ യഥാ പോലെ, ചെയ്തതുപോലെ, താർക്ഷ്യ എന്ന് വെച്ചാൽ ഗരുഡന്റെ, പദത്രം എന്ന് വെച്ചാൽ ചിറകിനെ, ഉജ്ഹിതം ഛേദിച്ചതുപോലെ, ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ ഗരുഡന്റെ ചിറകുകളെ ഛിന്നഭിന്നമാക്കി ഛേദിച്ചു കളഞ്ഞതുപോലെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്താൽ ആകാശമധ്യത്തിൽ ഉയർന്ന തേജസ്സോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്ന ഹിരണ്യാക്ഷൻ അയച്ച ആ ത്രിശൂലത്തെയും ഛേദിച്ചു കളഞ്ഞു. 3 മുനയുള്ള ആ ശൂലത്തെയും ഛേദിച്ചു കളഞ്ഞു. അപ്പം ഇവിടെ ഇന്ദ്രൻ ഗരുഡന്റെ ചിറകുകളെ ഛേദിച്ചു കളഞ്ഞത് പറയാനുള്ളതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, അത് ഉദാഹരണമായി പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഗരുഡൻ ഭഗവാന്റെ വാഹനമാണെന്നറിയാലോ. അപ്പം നല്ല ശക്തിയുണ്ട് ഗരുഡന്. അദൃശ്യമായിട്ടാണ് ഗരുഡൻ എപ്പോഴും സഞ്ചരിക്കുക. ഭഗവാന്റെ വാഹനമാണല്ലോ. അപ്പോൾ വേറെ ആർക്കും കാണാൻ പറ്റില്ല ഗരുഡന്. അപ്പം ഗരുഡന്റെ മാതാവായിട്ടുള്ള വിനത, ആ വിനതയെ സർപ്പങ്ങളുടെ മാതാവാര കദ്രു. അപ്പം കദ്രുവിൻ്റെ ദ്രോഹത്തിൽ നിന്നും സ്വന്തം മാതാവായ വിനതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ എന്ത് തോന്നി? അമൃതകുംഭം നേടണം. അമ്മയെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ ദേവലോകത്ത് ചെന്ന് ദേവന്മാരുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം എടുത്തുകൊണ്ട് പറന്നു പോന്നു. അമൃതകുംഭം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ദേവേന്ദ്രൻ ഗരുഡനെ വധിക്കാനായിട്ട് വജ്രായുധം പ്രയോഗിച്ചു.
അപ്പോൾ ഗരുഡനാണെങ്കിൽ ഭഗവാന്റെ വാഹനമായതുകൊണ്ട് അദൃശ്യമാണ്. അപ്പോൾ വജ്രായുധത്തിന് ഗരുഡനെ കാണാൻ പറ്റുമോ? ഗരുഡനെ വധിക്കാനാണ് ഇന്ദ്രൻ വജ്രായുധം വിട്ടത്, അപ്പോൾ അമൃതകുംഭം നേടിയ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വജ്രായുധത്തിന് ഗരുഡനെ കാണാൻ പറ്റുന്നില്ല, ഗരുഡൻ അദൃശ്യനാണ്. ഭഗവാന്റെ വാഹനമായതുകൊണ്ട് ഭഗവാൻ എല്ലാവിധ ശക്തിയും ഗരുഡനുണ്ട്. പക്ഷേ ഗരുഡൻ നോക്കുമ്പോൾ വജ്രായുധം വരുന്നത് കണ്ടു, അത് തന്നെ വധിക്കാനാണ് വരുന്നത് എന്നും ഗരുഡൻ അറിയാം. പക്ഷേ വജ്രായുധത്തിന് ഗരുഡനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഗരുഡൻ എന്ത് ചെയ്തു? ഈ വജ്രായുധം പോലും ഇന്ദ്രന് ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്. അപ്പോൾ ഭഗവാൻ തന്നെ നൽകിയിട്ടുള്ള വജ്രായുധത്തെ ബഹുമാനിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് ഗരുഡന് തോന്നി. അപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു എന്നാ, എന്നെ കാണാൻ പറ്റണില്ല വജ്രായുധത്തിന്, പകരം എന്ത് ചെയ്തു? ഒരു ചിറകെടുത്തിട്ട് വജ്രായുധത്തിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ താഴേക്ക് ഇട്ടു എന്ന്, പറത്തിയിട്ട് താഴേക്ക് ഇട്ടു. അപ്പം അതും ആ ഒരു ചിറക് മാത്രം വജ്രായുധത്തിന് കാണാം, ബാക്കിയൊക്കെ അദൃശ്യമാണ്, ഗരുഡനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ചിറക് എടുത്തിട്ട് വജ്രായുധത്തിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പറത്തിയിട്ട് താഴേക്ക് ഇട്ടപ്പോൾ വജ്രായുധം വന്ന് ആ ചിറകിനെ പല പല കഷ്ണങ്ങളാക്കി അങ്ങ് ഛേദിച്ച് കളഞ്ഞു. കാരണം വജ്രായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം കണ്ടിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. കാരണം അത്രയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയുധമാണ്, ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയതാണ് ഇന്ദ്രന്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കണം. അത് എന്തിനാണോ അത് വന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് അത് തിരിച്ചു പോകാൻ പാടുള്ളൂ, അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അവിടെ അത് നടക്കണം, അതാണ് ഭഗവാനോടുള്ള ആദരവ്. മനസ്സിലായോ? ഗരുഡൻ ചെയ്ത ആദരവ്. അപ്പോൾ അത് നടക്കണമെങ്കിൽ തൻ്റെ എന്തെങ്കിലും ഒരു ഭാഗമെങ്കിലും അത് നശിപ്പിച്ചിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത വജ്രായുധത്തിന് ഒരു ചിറക് കാണിച്ചു കൊടുത്തു, ഒരു ചിറകെടുത്ത് ഇങ്ങനെ പറത്തിയിട്ട് താഴേക്കിട്ടു. അപ്പോൾ വജ്രായുധം വന്ന് അതിനെ കഷ്ണങ്ങളാക്കി ഛേദിച്ച് തിരിച്ചുപോയി. ഇതുപോലെയെന്ന് ആ വജ്രായുധം എത്ര നിഷ്പ്രയാസമായിരിക്കും അല്ലേ? എത്ര നിഷ്പ്രയാസമായിരിക്കും ആ ഒരു ചെറിയ തൂവലിനെ ഇങ്ങനെ ഛേദിച്ച് കളഞ്ഞിട്ടുണ്ടാവുക. അതുപോലെയായിരുന്നു എന്ന് ഉദാഹരണം പറഞ്ഞതാ. അതുപോലെയായിരുന്നു ഭഗവാന്റെ സുദർശന ചക്രം ഹിരണ്യാക്ഷൻ അയച്ച, ഹിരണ്യാക്ഷൻ്റെ എല്ലാ ശക്തിയുമുള്ള ആ 3 മുനയുള്ള ആ ശൂലത്തെ അങ്ങ് ഛേദിച്ച് കളഞ്ഞത് എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 15. അപ്പോൾ ശൂലവും നഷ്ടപ്പെട്ടു ഹിരണ്യാക്ഷന്. വൃക്ണേ സ്വശൂലേ ബഹുദാ അരിണാഹരേ പ്രത്യേത്യ വിസ്തീർണം ഉരു വിഭൂതിമത് പ്രവൃദ്ധരോഷസഹ കഠോരമുഷ്ടിന നദൻ പ്രഹൃത്യ അന്തരദീയത അസുരഃ. അപ്പോൾ ഹിരണ്യാക്ഷൻ അടുത്ത മായാപ്രയോഗം തുടങ്ങിയിട്ട. ഗദ പോയി, ഭഗവാൻ എടുത്തു, തിരിച്ചു കൊടുത്തു, മേടിച്ചില്ല. ശൂലം എടുത്തു, അതും ഛിന്ന ഭിന്നമായി പോയി. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ അടുത്ത പ്രയോഗം അതാണ് വൃക്ണേ എന്ന് വെച്ചാൽ ഛേദിക്കുക. സ്വശൂലേ, ഹിരണ്യാക്ഷൻ്റെ ശൂലം ഭഗവാൻ ഛേദിച്ചു കളഞ്ഞപ്പോൾ ബഹുദ പല പല കഷ്ണങ്ങളാക്കിയിട്ട് വൃക്ണേ എന്ന് വെച്ചാൽ ഛേദിക്കുക. അരിണാഹരേ, അരിണ എന്ന് വെച്ചാൽ സുദർശന ചക്രത്താൽ, ഹരേ ഭഗവാൻ വരാഹമൂർത്തി തൻ്റെ സുദർശന ചക്രത്താൽ ഹിരണ്യാക്ഷൻ്റെ ആ ശൂലത്തെ പല പല കഷ്ണങ്ങളായി, ബഹുദ എന്ന് വെച്ചാൽ പല കഷ്ണങ്ങളായി ഛേദിച്ച് കളഞ്ഞപ്പോൾ പ്രത്യേകേ ഭഗവാന്റെ നേരെ ചാടി വീണു എന്ന് ഹിരണ്യാക്ഷൻ. എന്നിട്ട് വിസ്തീർണം ഭഗവാന്റെ ആ വിശാലമായ മാറിടത്തിൽ വിഭൂതിമത്ത് ലക്ഷ്മീദേവി വസിക്കുന്ന ഭഗവാന്റെ വിശാലമായ ആ മാറിടത്തിൽ പ്രവൃദ്ധ രോഷ വർദ്ധിച്ചു വരുന്ന രോഷത്തോടുകൂടി സഹ അവൻ കഠോരമുഷ്ടിന തൻ്റെ കഠിനമായ മുഷ്ടി ചുരുട്ടിയിട്ട് നദൻ ഉറക്കെ അലറിയിട്ട് പ്രഹൃത്യ ഉറക്കെ അങ്ങോട്ട് അടിച്ചു എന്ന് ഭഗവാന്റെ മാറിടത്തിൽ. എന്നിട്ട് അന്തരധീയത മറഞ്ഞുപോയിന്ന്, അപ്രത്യക്ഷനായി അസുരഹ ഹിരണ്യാക്ഷൻ. അപ്പം കാഴ്ചയുടെ മുന്നിൽ നിന്ന് മറഞ്ഞു നിന്നു. ഇനി മായയിൽ നിന്നിട്ടാണ്, ആ മറഞ്ഞു നിന്നിട്ടാണ് ഭഗവാന് നേരെ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഹിരണ്യാക്ഷൻ. അപ്പോൾ ആ ശൂലം കൂടിയും പോയത് കണ്ടപ്പോൾ ഭഗവാൻ സുദർശന ചക്രത്താൽ തൻ്റെ ശൂലത്തെ ഛിന്നഭിന്നമാക്കിയത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് ഭഗവാന്റെ നേരെ ചാടി വീണിട്ട് ലക്ഷ്മീദേവിയുടെ ഇരിപ്പിടമായിട്ടുള്ള ഭഗവാന്റെ വിശാലമായ ആ മാറിടത്തിൽ രോഷം വർദ്ധിച്ചു വരുന്ന രോഷത്തോടുകൂടി കഠിനമായ മുഷ്ടി ചുരുട്ടിയിട്ട് അങ്ങ് ഉറക്കെ അലറിക്കൊണ്ട് ഭഗവാന്റെ മാറിൽ അങ്ങോട്ട് ഇടിച്ചിട്ട് അവിടെ നിന്ന് മറഞ്ഞു കളഞ്ഞു. ഇപ്പോൾ ഭഗവാന് ഹിരണ്യാക്ഷനെ കാണാൻ പറ്റണില്ല എന്നാണ് ഹിരണ്യാക്ഷൻ കരുതിയിരിക്കുന്നത്. അപ്പം മറഞ്ഞിരുന്നിട്ടാണ് ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 16. തേനയിത്തമാഹതഃ ക്ഷത്ത ഭഗവാനാദിസൂകരഃ ന അകമ്പതഃ മനാക് ക്വ അഭി സ്രജ ഹത ഇവ ദ്വിപഃ.
തേന ഇത്തം ആഹതഃ ക്ഷത ഭഗവാനാദിസൂകരഃ ന അകമ്പതഃ മനാക്വ അഭിസ്രജാഹത ഇവ ദ്വിപഃ. തേന ഹിരണ്യാക്ഷൻ ഇത്തം ഇപ്രകാരം ക്ഷത വിളിക്കുന്ന വിതുരരെ, മൈത്രേയ മഹർഷി വിളിക്കുകയാണ്, അല്ലയോ വിതുരരെ, ഹിരണ്യാക്ഷൻ ഇപ്രകാരം ഭഗവാൻ ആദിസൂകരഃ ഭഗവാനെ ആഹതഃ എന്ന് വെച്ചാൽ ഇടിച്ചപ്പോൾ, ഭഗവാൻ വരാഹമൂർത്തിയെ ഹിരണ്യാക്ഷൻ ഇപ്രകാരം ഇടിച്ചപ്പോൾ ന അകമ്പതഃ ഭഗവാൻ കുലുങ്ങിയില്ല എന്ന്, അതായത് കമ്പനമില്ലാതെ ഒരു കുലുക്കവുമില്ലാതെ, മനാക്ക് അഭി ഒരല്പം പോലും നിന്നിടത്ത് നിന്ന് അനങ്ങാതെ നിന്നു ഭഗവാൻ. അത് എന്തുപോലെയെന്ന് ഉദാഹരണം പറയാണ്. സ്രജ ഒരു പുഷ്പം കൊണ്ട്, ഹതഹ അടിച്ചതുപോലെ, ഇവ എന്നുവെച്ച പോലെ, ദ്വീപ ഒരു കൊമ്പനാനയെ, ഒരു വലിയ കൊമ്പനാനയെ ഒരു പുഷ്പം കൊണ്ട് അടിച്ച ആനയ്ക്ക് യേശുവോ? ആന അറിയ പോലും ഇല്ല അതിനെ, അല്ലേ? അതുപോലെയായിരുന്നു ഹിരണ്യാക്ഷന്റെ ആ ഇടിയെന്ന്. അപ്പം ഹിരണ്യാക്ഷൻ തൻ്റെ മുഴുവൻ ശക്തിയെടുത്ത് അലറി വന്ന് മുഷ്ടി ചുരുട്ടി ഭഗവാന്റെ മാറിടത്തിൽ അങ്ങ് ഇടിച്ചിട്ട് മറഞ്ഞു നിന്നു. അന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു നിന്നപ്പോൾ ആ ഹിരണ്യാക്ഷന്റെ ആ പ്രഹരം കൊണ്ടെങ്കിലും ഭഗവാനെ നിന്നിടത്ത് നിന്ന് ഒരല്പം പോലും അനങ്ങിയില്ല. ഒരു പുഷ്പം കൊണ്ട് ഒരു വലിയ ആനയെ അടിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു ഭഗവാൻ. അതൊരല്പം പോലും ഏശിയില്ല എന്നർത്ഥം. ഭഗവാൻ ഒരു അനക്കം പോലും തട്ടിയില്ല. ശ്ലോകം 17. അത ഉരുത അസൃജത് മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജഃ ത്രസ്ത മേനിരേ അസ്യ ഉപസംയമം. അത ഉരുത അസൃജത് മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാത്രസ്ത മേനിരേ അസ്യ ഉപസംയമം. അതാ അപ്പോൾ ഉരുത അസൃജത്ത് എന്ന് വെച്ചാൽ പല പല മാർഗങ്ങളെ പ്രയോഗിച്ചു മായ ഹിരണ്യാക്ഷൻ. ആ സമയത്ത് ഹിരണ്യാക്ഷൻ മറഞ്ഞു നിന്നുകൊണ്ട്, മായാം എന്ന് വെച്ചാൽ മറഞ്ഞു നിന്നുകൊണ്ട്, കാണാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു നിന്നിട്ട് ഭഗവാനെതിരെ യുദ്ധതന്ത്രങ്ങൾ, പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചു. ഹരോ യോഗമായേശ്വരേ ഹരോ, യോഗമായയുടെ തന്നെ ഈശ്വരനായിട്ടുള്ള, പ്രകൃതിയുടെ തന്നെ നിയന്താവായ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയോടാണ് ഈ കളിക്കണേന്ന് അറിയാതെ മായയിൽ മറഞ്ഞു നിന്ന് ഭഗവാന് നേരെ മറ്റു പല വിധത്തിലുള്ള യുദ്ധതന്ത്രങ്ങളും ഹിരണ്യാക്ഷൻ പ്രയോഗിച്ചു. യാം വിലോക്യ പ്രജാഹ, ഇതൊക്കെ കണ്ടു നിന്ന മറ്റെല്ലാ പ്രജകളും ജനങ്ങളും ദേവന്മാരും ത്രസ്ത പേടിച്ചിട്ട്, മേനീരെ എന്ന് വെച്ചാൽ വിചാരിച്ചു, അസ്യ ഉപസംയമം അവർ വിചാരിച്ചത് എന്താ? ലോകാവസാനത്തിൻ്റെ സമയമായിരിക്കുന്നു. അതാണ് ഭഗവാന് പോലും ഹിരണ്യാക്ഷനെ വധിക്കാൻ പറ്റാത്ത, അങ്ങനെയാണ് അവർക്ക് തോന്നുന്നത്. പേടിച്ചിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ജനങ്ങളും മറ്റ് ദേവന്മാരൊക്കെ പേടിച്ചു. അവർക്ക് തോന്നിയത് ഭഗവാന് പോലും ഹിരണ്യാക്ഷനെ കൊല്ലാതല്ലേ ഇപ്പം ഇങ്ങനെ ഇത്രയും സമയമെടുക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എത്ര പെട്ടെന്ന് ഈ ശത്രുവിനെ കൊല്ലാം, ഇവിടെ ഭഗവാന്റെ ശക്തി പോലും തോൽപ്പിക്കപ്പെട്ടിരിക്കണു, ഇത് ലോകാവസാനം ആയിരിക്കണു, അതുകൊണ്ടാണല്ലോ ഭഗവാന് പോലും അവനെ വധിക്കാൻ പറ്റാത്തത് എന്നൊക്കെ അവർ പേടിച്ചിട്ട് വിചാരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പം ഹിരണ്യാക്ഷൻ ഇനി നടത്തിയ മായയിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമുറകൾ എന്തൊക്കെയായിരുന്നു? അതാണ് ഇനി നമ്മൾ 18, 19, 20 ശ്ലോകങ്ങളിൽ കാണുന്നത്. അപ്പം 18. പ്രവവുഹു വായവഃ ചണ്ഡാഹ തമഃ പാംസവം ഐരയൻ ദിഗ്ഭ്യയഃ നിബേദു ഗ്രാവണഃ ക്ഷേപണേ പ്രഹിത ഇവ. പ്രവവുഹു വായവഃ ചണ്ഡാഹ തമഃ പാംസവം ഐരയൻ ദിഗ്ഭ്യയഃ നിബേദു ഗ്രാവണഃ ക്ഷേപണൈഃ പ്രഹിത ഇവഃ. മായാപ്രയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രവവു വീശിയടിച്ചു, വായവ കൊടുങ്കാറ്റ്, ഹിരണ്യാക്ഷൻ ഇനി ചെയ്യുന്ന മായയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഭഗവാന് നേരെ പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ, അതിശക്തമായ രീതിയിൽ കൊടുങ്കാറ്റ് വീശിയടിപ്പിച്ചു. ചണ്ട പ്രചണ്ഡമായിട്ടെന്ന് മനസ്സിലായ, പ്രചണ്ഡമായ രീതിയിൽ പൊടിപടലങ്ങളൊക്കെ പറത്തി കൊടുങ്കാറ്റ് വീശിയടിച്ചു. തമഹ അവിടെ അന്ധകാരം പരത്തി. പാംസവം ഐരയൻ വ്യാപിച്ചു. അപ്പൊ തമാന്ന് വെച്ചാൽ അന്ധകാരം, പാംസവം എന്ന് വെച്ചാൽ പൊടിപടലങ്ങളൊക്കെ പറന്നിട്ട് അന്തരീക്ഷം മുഴുവൻ അന്ധകാരം ഇരുട്ടിലാക്കി കളഞ്ഞു. പിന്നെ ദിഗ്ഭ്യയഃ എല്ലാ ദിക്കുകളിൽ നിന്നും നിബേദു എന്ന് വെച്ചാല് ആ ഒരു കല്ലുകൾ ഗ്രാവണഹ വന്ന് പതിക്കാൻ തുടങ്ങിയെന്ന്. നിബേദു എന്ന് വെച്ചാൽ പതിച്ചു, ഗ്രാവണഹ എന്ന് വെച്ചാൽ വലിയ വലിയ കല്ലുകൾ വന്ന് പതിക്കുകയാണ്. അതെങ്ങനെ? ക്ഷേപണേ പ്രഹിത ഇവ, ഒരു യന്ത്രത്തോക്കിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ. ഇപ്പം നമ്മൾ ഒരു തോക്കിൽ നിന്ന് പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെ മുട്ടിന് ഇങ്ങനെ പിന്നാലെ വന്ന് ഉണ്ടകൾ വരില്ലേ, അതുപോലെയായിരുന്നു എന്ന്.
അവിടെ വന്ന് ആകാശത്തിൽ നിന്നും കല്ലുകൾ താഴേക്ക് പതിച്ചത് എന്ന്, ഒരു യന്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന പോലെ തുടരെ 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 കല്ലുകൾ ആകാശത്ത് നിന്നും താഴേക്ക് വന്ന് പതിക്കാൻ തുടങ്ങി. നല്ല ശക്തിയായ രീതിയിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചു. അന്തരീക്ഷമാകെ പൊടിപടലങ്ങൾ പരന്ന് ആകെ അന്ധകാരം വ്യാപിച്ചു. അതായത് എല്ലാവരെയും അങ്ങോട്ട് ഭയപ്പെടുത്തി, ഭഗവാനെയൊക്കെ അങ്ങോട്ട് ഭയപ്പെടുത്തി തിരിച്ചോടിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ് ഇവിടെ ഹിരണ്യാക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഇനി അടുത്തത് ചെയ്തത് ദൗഹു നഷ്ടഭഗണഃ അബ്ര ഓഗൈ സ വിദ്യുത് സ്തനയിത് നുബിഹി വർഷാദിഭിഹി പൂയകേശ അസൃക് വിൺ മൂത്ര അസ്തീനി ച അസകൃത് ദൗഹു നഷ്ടഭഗണഃ അബ്ര ഓഗൈ സ വിദ്യുത് സ്തനയിത് നുബിഹി വർഷദ്ഭിഹി പൂയകേശ അസൃക് വിൺ മൂത്ര അസ്തീനി ച അസകൃത്. അവിടെ പെയ്തത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ദൗഹു എന്ന് വെച്ചാൽ ആകാശത്ത്, നഷ്ടഭഗാണ തേജോ ഗോളങ്ങളൊക്കെ ഉണ്ടല്ലോ, നക്ഷത്രങ്ങൾ, അങ്ങനെ പ്രകാശം പരത്തുന്ന ഗോളങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പ്രഭാവം പോയി, തേജസ് പോയി, അവിടെ ഒന്നും പ്രകാശമില്ല. അബ്ര ഓഗെ കാർമേഘത്താൽ അന്ധകാരം പരന്നു. അതുമാത്രമല്ല അതിൻ്റെ കൂടെ വിദ്യുത് സ്തനയിത് നുബീന്നും, അതായത് ഇടിവെട്ടും അതുപോലെ മിന്നൽ പിണരുകളും ഇടിവെട്ടും വന്നു എന്ന്. അപ്പോൾ ആകാശത്തെ തേജോഗോളങ്ങളൊന്നും പ്രകാശിക്കുന്ന അതിൻ്റെ പ്രകാശമൊക്കെ നഷ്ടപ്പെട്ടു. കാർമേഘം വന്ന് മൂടി, ഒപ്പം ഇടിവെട്ടും മിന്നലും ഉണ്ടായി. വർഷദിവി കാർമേഘത്തിൽ നിന്നും വർഷിക്കുന്നത് പരിശുദ്ധമായ മഴവെള്ളമല്ല, മറിച്ച് പൂയകേശ വൃത്തികെട്ട മണത്തോടുകൂടിയ തലമുടി, അസൃക്ക് എന്ന് വെച്ചാൽ രക്തം, വിൺമൂത്രം മലമൂത്രങ്ങൾ, അസ്ഥീനി അസ്ഥി കഷ്ണങ്ങൾ, അതും അസകൃത്ത് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണെന്ന്. അന്തരീക്ഷത്തിൽ നിന്ന് മഴവെള്ളമല്ല ഒഴുകി വരുന്നത്, മഴവെള്ളത്തിന് പകരം വൃത്തികെട്ട മണമുള്ള മുടിനാര്, അതുപോലെ രക്തം, മലമൂത്രം, അസ്ഥി കഷ്ണങ്ങൾ, ഇവയൊക്കെ ഇങ്ങനെ തുടരെ അന്തരീക്ഷത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് പതിക്കാൻ തുടങ്ങി. ഇടിവെട്ടും മഴയും ഒരുമിച്ച്, മിന്നലും ഒക്കെ ഒരുമിച്ച് ആകാശത്തിലെ തേജോഗോളങ്ങളുടെയൊക്കെ പ്രഭാവം നഷ്ടപ്പെട്ടു. മുഴുവൻ അന്തരീക്ഷം മുഴുവൻ അന്ധകാരത്തിലായി നിന്ന്. അപ്പോൾ ലോകം മുഴുവൻ അങ്ങനെ ഇരുട്ടിലാവുകയാണ്. ലോകം മുഴുവനാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പേടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വന്നാൽ ലോകാവസാനമായി എന്ന് എല്ലാവരും കരുതുകയാണ്. പക്ഷെ ഭഗവാന്റെ ഉദ്ദേശം വേറെയായിരുന്നു. തൻ്റെ ഏറ്റവും നല്ല ഭക്തനായിട്ടുള്ള വൈകുണ്ഠത്തിൻ്റെ പാദത്തിൽ ഭഗവാന്റെ പാർഷദനാവണ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ജയവിജയന്മാർ എത്ര പുണ്യം ചെയ്ത് എത്തിയവരായിരിക്കണം അല്ലേ? ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ട പാർഷദനായിട്ടിരിക്കുന്ന അവനെ, ഭക്തനെ, ഞാനെന്ന അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കാൻ, അവൻ്റെ അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവനെ കൊണ്ടെത്തിച്ച് അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ മരിച്ചു പോയി കഴിയുമ്പോൾ മരിക്കണ സമയത്ത് ഹിരണ്യാക്ഷന് തോന്നും, ഈശോ എനിക്ക് വേറെ രീതിയിൽ പ്രയോഗിച്ചിട്ട് എൻ്റെ ശത്രുവിനെ വധിക്കാന്നൊക്കെ തോന്നില്ലേ? അതൊന്നും പാടില്ല. എല്ലാം പുറത്തേക്ക് വരണം. എന്തൊക്കെ കഴിവ് അവനുണ്ടോ അതൊക്കെ അവൻ പ്രയോഗിക്കണം. അങ്ങനെ അതൊക്കെ ചെയ്ത് പ്രയോഗിച്ചിട്ട് അവസാനം മരിക്കണം. അപ്പോഴാണ് ഇതിനൊക്കെ അപ്പുറത്താണ് ഭഗവാന്റെ ശക്തി എന്ന് തിരിച്ചറിയുള്ളൂ. അവിടെയാണ് ഹിരണ്യാക്ഷൻ്റെ അഹങ്കാരം കെട്ടുപോവുള്ളൂ. അതിനു വേണ്ടി അവൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കഴിവുകളും അവൻ്റെ എല്ലാ ഇടത്ത് പുറത്തേക്ക് ഇടണമെങ്കിൽ അവനെങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവനോടുള്ള ഭഗവാന്റെ സ്നേഹം നോക്കുക. അതാണ് നമ്മൾ ഇവിടെ പറയാതെ പറയുന്നൊരു കാര്യം. ലോകം മുഴുവൻ വിഷമിക്കുക, എല്ലാവരും പേടിച്ചു ലോകാവസാനമായത്. പക്ഷെ ഭഗവാൻ എന്നിട്ട് പോലും ഹിരണ്യാക്ഷനെ പെട്ടെന്ന് അങ്ങോട്ട് കൊല്ലാണ്ട് അവനോട് കാണിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഒരു കാരുണ്യം എത്രമാത്രമാണെന്ന് നോക്കും. അതാണ് അങ്ങനെ ഹിരണ്യാക്ഷൻ പല മായാവിദ്യകളും അവിടെ പ്രയോഗിച്ച് കൊണ്ട് നിൽക്കുകയാണ്. ഇനി ശ്ലോകം 20. ഗിരയഃ പ്രത്യദൃശ്യന്ത നാനായുധ മുജഃ അനഘ ദിഗ്വാസസ യാതുധാന്യഃ ശൂലിന്യോ മുക്തമൂർധച. ഗിരയഃ പ്രത്യദൃശ്യന്ത നാനായുധ മുജഃ അനഘഃ ദിഗ്വാസസ യാതുധാന്യഃ ശൂലിന്യോ മുക്തമൂർധച. ഗിരയഃ പർവ്വതങ്ങൾ പ്രദദൃശ്യന്ത എന്ന് വെച്ചാൽ കാണപ്പെട്ടു എന്ന്. നാനായുധ മുജ പല വിധത്തിലുള്ള ആയുധങ്ങൾ വർഷിക്കുന്നതായി. അനഘ പാപരഹിതനായ വിതുരരെ മൈത്രേയ മഹർഷി വിളിക്കുകയാണ്. ഇത് മാത്രമല്ല ഹിരണ്യാക്ഷന്റെ പ്രയോഗം.
പർവ്വതങ്ങളിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ആയുധങ്ങൾ പുറത്തേക്ക് വർഷിക്കുക. അപ്പോൾ കാണുന്നവർക്ക് പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ തോന്നും. അതുപോലെ പർവ്വതങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള ആയുധങ്ങൾ പുറത്തേക്ക് വർഷിക്കുന്നു. ദിഗ്വാസസ എന്ന് വെച്ചാൽ പൂർണ്ണ നഗ്നരായിട്ട്, യാതുധാന്യ അതായത് രാക്ഷസ സ്ത്രീകള് ശൂലിന്യോ ശൂലം കയ്യിൽ പിടിച്ചിട്ട്, മുക്തമൂർധജ മുടിയൊക്കെ അഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാമെന്ന്. രാക്ഷസ സ്ത്രീകൾ, അസുര സ്ത്രീകള് ശൂലം കയ്യിൽ പിടിച്ച് മുടി അഴിച്ചിട്ട് നഗ്നരായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണാം. പർവ്വതങ്ങളിൽ നിന്നൊക്കെ ആയുധങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെ എല്ലാ തരത്തിലും അവിടെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മായാജാല വിദ്യകളൊക്കെ പ്രയോഗിക്കുക. ആയുധങ്ങളൊക്കെ പോയല്ലോ, ഗദ പോയി, ശൂലം പോയി, മുഷ്ടി ചുരുട്ടി ഇടിച്ചു, ഇതൊന്നും രക്ഷയില്ലാണ്ടായപ്പോൾ മറഞ്ഞിരുന്ന് മായാപ്രയോഗത്തിലൂടെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്താനാണ് ഹിരണ്യാക്ഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവിടെ കണ്ടപ്പോൾ ജനങ്ങളൊക്കെ പേടിച്ചു. ഇത് ലോകാവസാനത്തിൻ്റെ സമയമായി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കേ. ഇനി ശ്ലോകം 21 നമുക്ക് നാളെ തൊട്ട്. അപ്പം നാളത്തോടു കൂടി ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിക്കുകയായി. മനസ്സിലായോ? അപ്പം എന്താണ് പെട്ടെന്ന് വധിക്കാതെ ആയതിൻ്റെ കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അല്ലേ? തൻ്റെ ഭക്തനോടുള്ള ഭഗവാന്റെ അവരോട് അവര് അവസാനം